കൊല്ലാനവനും ചാകാതിരിക്കാൻ ഞാനും. മലയാളത്തിലെ ആദ്യത്തെ വൈൽഡ് വെസ്റ്റേൺ ക്ലാസിക് ഏതെന്ന് ചോദിച്ചാൽ സിനിമാ പ്രേമികൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഭരതൻ MT കൂട്ടുകെട്ടിൽ പിറന്ന താഴ്വാരം. ഹോളിവുഡ് ക്ലാസിക് ചിത്രമായ ദി ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലിയുടെ സ്വാധീനം നിഴലിക്കുന്ന ഫ്രെയിമുകളും പാലക്കാടൻ മലനിരകളുടെ വന്യതയും ഈ സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റുന്നു. തന്നെ ചതിച്ച് ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തി പണവുമായി കടന്നു കളയുന്ന രാഘവനെ തേടി ബാലൻ നടത്തുന്ന യാത്രയാണ് ഈ സിനിമ. മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടെയാണ് താമസം ആരോ പറഞ്ഞു. രാഘവനാ ചോദിക്കണല്ലേ? അതെ അതെ. ചുട്ടുപൊള്ളുന്ന പാറക്കെട്ടുകളും ഏകാന്തമായ താഴ്വരകളും ഈ പകയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. വാക്കുകളേക്കാൾ നിശബ്ദതയും നോട്ടങ്ങളും സംസാരിക്കുന്ന ഒരു റിവെഞ്ച് ഡ്രാമയാണ് താഴ്വാരം. വേണുവിന്റെ വൈഡ് ആംഗിൾ ഫ്രെയിമുകൾ ഈ സിനിമയ്ക്ക് ഒരു വെസ്റ്റേൺ ക്യാൻവാസ് നൽകി. ജോൺസൺ മാഷിന്റെ മിനിമലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭരതൻ തന്നെ മ്യൂസിക് ചെയ്ത കണ്ണെത്താ ദൂരെ എന്ന വിരഹഗാനവും സിനിമയുടെ ആത്മാവാണ്. സംഗീതത്തെക്കാൾ ഉപരി പക്ഷികളുടെ കരച്ചിലും കാറ്റിന്റെ ഹുങ്കാരവും ഉപയോഗിച്ച് ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു രീതി അക്കാലത്ത് അത്യപൂർവമായിരുന്നു. ബാലനായുള്ള മോഹൻലാലിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ആക്ടിങ്ങുകളിൽ ഒന്നാണ്. അധികം സംസാരിക്കാതെ കണ്ണുകളിലെ തീക്ഷ്ണത കൊണ്ട് വേദനയും പകയും അദ്ദേഹം പ്രതിഫലിപ്പിച്ചു. കൊല്ലാൻ ഇനിയും നോക്കും അവൻ, ചാവാതിരിക്കാൻ ഞാനും. സലീം ഘോസിന്റെ വില്ലൻ വേഷവും അതിന് ഷമ്മി തിലകൻ കൊടുത്ത ശബ്ദവും പ്രേക്ഷകർക്ക് ഇന്നും പേടി ജനിപ്പിക്കുന്നത് തന്നെയാണ്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിര് വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. ഈ സിനിമയിലെ മറ്റൊരു ശ്രദ്ധേയമായ സാന്നിധ്യം മരണത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പ്രതീകങ്ങളായി മാറുന്ന കഴുകന്മാരാണ്. ഗ്രാഫിക്സ് ഇന്നത്തെ പോലെ അത്ര പ്രചാരമില്ലാതിരുന്ന കാലത്ത് മാസങ്ങളോളം നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിലാണ് യഥാർത്ഥ കഴുകന്മാരെ ഉപയോഗിച്ച് ഭരതൻ ഈ സീനുകൾ ഷൂട്ട് ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള അർപ്പണ ബോധത്തെ തന്നെ വിളിച്ചോതുന്നു. സിനിമ റിലീസായ സമയത്ത് സാമ്പത്തികമായി വലിയ തരംഗമായില്ലെങ്കിലും പിൽക്കാലത്ത് ലോക സിനിമയെ സ്നേഹിക്കുന്നവർക്കിടയിൽ താഴ്വാരം ഒരു കൾട്ട് ക്ലാസിക്കായി മാറി. സംഭാഷണങ്ങളില്ലാതെ കഥ പറയാൻ ദൃശ്യഭാഷയ്ക്ക് സാധിക്കുമെന്ന് തെളിയിച്ച മലയാളത്തിലെ അത്യപൂർവ സിനിമകളിൽ ഒന്നാണിത്. കാണാൻ മറക്കണ്ട താഴ്വാരം.